ഇന്ത്യൻ വൈൻ വിപണി അതിവേഗം വളരുകയാണ്. ഒരു കമ്പനിയുടെ കൈവശമാണ് ഇതിന്റെ 50% മാർക്കറ്റ് ഷെയർ. വൈൻ മാനുഫാക്ചറിംഗിലെ മോണോപ്പൊളി, ഇന്ത്യൻ വൈൻ വ്യവസായത്തിലെ പയനിയർ, 25 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രധാന ബിസിനസ് വിഭാഗങ്ങളിൽ തുടരുന്ന മുന്നേറ്റം, പൊതുവിപണിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വൈൻ കമ്പനി. ഇങ്ങനെ പ്രത്യേകതകൾ നിരവധിയുള്ള സുല വൈൻയാർഡ്സിന്റെ സാധ്യതകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. വർഷങ്ങളായി ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, USA തുടങ്ങിയ പ്രദേശങ്ങളുടെ പര്യായമായിരുന്നു ഫൈൻ വൈൻ. എന്നാൽ ആഗോള വൈൻ വേദിയിൽ ഇന്ത്യക്കിപ്പോൾ കൃത്യമായ സ്ഥാനമുണ്ട്. ആഗോളതലത്തിൽ രാജ്യത്തെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചതിന്റെ വലിയൊരു പങ്ക് സുല വൈൻയാർഡ്സ് എന്ന കമ്പനിക്ക് തന്നെയാണ്. രാജീവ് സാമന്താണ് സുല വൈൻയാർഡ്സ് സ്ഥാപിച്ചത്. ഏതാനും വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്ത ശേഷം സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. വൈൻ മുന്തിരി വളർത്തുന്നതിന് അനുയോജ്യമായ കാലാവസ്ഥയാണ് നാസിക്കിലുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാലിഫോർണിയ സന്ദർശിച്ച് പ്രശസ്ത വൈൻ നിർമ്മാതാവായ കെറി ഡാംസ്കിയെ കണ്ടുമുട്ടിയതോടെ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം വളർന്നു. അദ്ദേഹം ഒരു വൈനറി ആരംഭിക്കാൻ സഹായിക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ 1997 ഇരുവരും നാസിക് മേഖലയിൽ വൈൻ മുന്തിരി വളർത്തുന്നതിനുള്ള ചുവടുവയ്പ് നടത്തി. അതോടൊപ്പം ഇന്ത്യയിൽ ഇതുവരെ നട്ടുപിടിപ്പിച്ചിട്ടില്ലാത്ത സോവ്നിഗൺ ബ്ലാങ്ക്, ചെനിൻ ബ്ലാങ്ക് തുടങ്ങിയ വൈൻ മുന്തിരികൾ നട്ടുപിടിപ്പിച്ചു. അങ്ങനെയാണ് 1999 നാസിക്കിൽ സുല വൈൻയാർഡ്സ് രൂപം കൊള്ളുന്നത്. വിപണി വിഹിതത്തിന്റെ 50% കൈവശം വെച്ചിരിക്കുന്ന സുല വൈൻയാർഡ്സ് വെറുമൊരു ലക്ഷറി പ്ലെയർ എന്നതിനപ്പുറം റിയൽ ലോങ് ടേം വാല്യൂ ക്രിയേറ്റിംഗ് ബിസിനസ് ആണോ എന്ന് പരിശോധിക്കാം. 2000 മുതൽ വൈനുകൾ വിൽക്കാൻ തുടങ്ങിയ മുംബൈ ആസ്ഥാനമായുള്ള ബ്രാൻഡാണ് സുല വൈൻയാർഡ്സ്. സുല, രസ, ഡിൻഡോറി, ദിയ മുതലായ എൻട്രി ലെവൽ മുതൽ പ്രീമിയം വൈനുകൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണിത്. ഇന്ത്യയുടെ ലിക്കർ മാർക്കറ്റിൽ അതിവേഗം വളരുന്ന ഒരു മേഖലയാണ് വൈൻ എന്നത്. മാർക്കറ്റ് CAGR പരിശോധിക്കുമ്പോൾ 15 മുതൽ 20% വരെ. നഗരവൽക്കരണവും വർദ്ധിച്ചു വരുന്ന സ്പെൻഡിംഗ് കപ്പാസിറ്റിയുമെല്ലാം ഇതിന് കാരണമാകുന്നു. ആഗോളതലത്തിൽ മൊത്തം മദ്യ ഉപഭോഗത്തിന്റെ 11.7% വൈനാണ്. കൾച്ചറൽ പ്രിഫറൻസിനപ്പുറത്തേക്ക് ഇപ്പോൾ ഓരോ ആഘോഷവേളകളിലും ഒഫീഷ്യൽ മീറ്റിംഗ്, പാർട്ടീസ് എന്നിവയിലെല്ലാം വൈൻ പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സാധ്യതകളും വളരുകയാണ്. ഇതുകൂടാതെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് മിലേനിയൽസ് ആൻഡ് ജെൻസി തലമുറകൾ ബിയർ, ഹാർഡ് മദ്യം എന്നിവയിൽ നിന്ന് വൈനിലേക്ക് മാറുന്ന സൂചനയും വൈൻ നിർമ്മാതാക്കൾ എന്ന നിലയിൽ സുല വൈൻയാർഡ്സിന് നേട്ടമാകുന്നു എന്നുള്ളതാണ്. കമ്പനിയുടെ ബിസിനസ് മോഡലും റവന്യൂ മിക്സും പരിചയപ്പെടാം. വരുമാനത്തിന്റെ 85% വൈൻ ഉൽപാദനവും വിൽപ്പനയുമാണ്. വരുമാനത്തിന്റെ 97% ആഭ്യന്തര വിൽപ്പനയിൽ നിന്നാണ് വരുന്നതെങ്കിലും കമ്പനി വൈൻ ടൂറിസത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയും 30-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. USA, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, UK എന്നിവയുൾപ്പെടെ കയറ്റുമതി വ്യാപിച്ചിട്ടുണ്ട്. ഇനി ഫിനാൻഷ്യൽ സൈഡിലേക്ക് കടക്കാം. 2024 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ റവന്യൂ 568 കോടിയായിരുന്നു. തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ 10% കൂടുതൽ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് പാറ്റ് നോക്കുന്ന സമയത്ത് 93 കോടി. ROE ആകട്ടെ 17.2%. അതേസമയം ഇത്തവണ 2025 സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ കമ്പനിയുടെ തൊട്ടു മുൻപത്തെ വർഷത്തിൽ 43 കോടിയിൽ നിന്നും അറ്റാദായം 34.9% ഇടിഞ്ഞുകൊണ്ട് 28 കോടിയാണ് റിപ്പോർട്ട് ചെയ്തത്. അതേ വർഷം ആദ്യ 9 മാസ കാലയളവിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 489.2 കോടി രൂപയായിട്ടുണ്ട്. ഹെൽത്തിയായ ഒരു ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനി കൂടിയാണ് സുല വൈൻയാർഡ്സ്. കോവിഡിന് ശേഷമുള്ള ഡിമാൻഡും മറ്റുമെല്ലാം കമ്പനിയുടെ മാർജിനുകൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. പ്രീമിയം വൈനുകൾക്ക് ഉയർന്ന മാർജിനുകളാണ് കമ്പനിക്ക് ലഭിക്കുന്നത്. മൂന്നാം പാദത്തിൽ ചെലവ് കുറയ്ക്കുകയും അൺസസ്റ്റൈനബിൾ ഡിസ്കൗണ്ടിംഗ് കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ സുല വൈൻയാർഡ്സിന് ലാഭം മെച്ചപ്പെടും എന്നാണ് കമ്പനി CEO രാജീവ് സാമന്ത് തന്നെ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ കമ്പനിക്ക് സ്വന്തമായി മുന്തിരി തോട്ടങ്ങൾ ഉള്ളത് മികച്ച കോസ്റ്റ് കൺട്രോൾ മാർഗവും കൂടിയാണ്.
2500 കോടിയോളം മാർക്കറ്റ് ക്യാപ്പുള്ള വൈൻ മാനുഫാക്ചറിംഗിലെ മൊണോപ്പൊളി എന്ന നിലയിൽ 17.2% ROE. ബ്രാൻഡ് കുത്തകയും പ്രീമിയമൈസേഷനും ഹയർ വാല്യുവേഷന് പ്രധാന കാരണമാകുന്നു. എങ്കിലും കമ്പാരിറ്റീവ്ലി പിയർ ഗ്രൂപ്പിലെ മറ്റ് ജനറൽ ആൽക്കഹോളിക് പ്രൊഡക്ഷൻ കമ്പനികളെ അപേക്ഷിച്ച് സുല വൈൻയാർഡ്സ് അട്രാക്റ്റീവ് ആണ്. പ്രധാന ഗ്രോത്ത് ഡ്രൈവിംഗ് ഫോഴ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് പ്രീമിയമൈസേഷൻ ട്രെൻഡാണ്. സുല വൈൻയാർഡ്സ് പ്രീമിയവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിന്റെ എലൈറ്റ് പ്രീമിയം വൈൻ വിഭാഗം ഗണ്യമായി വളരുകയും വരുമാനത്തിന്റെ വലിയൊരു ഭാഗം സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രീമിയം എലൈറ്റ് വിഭാഗങ്ങളിൽ ലാഭക്ഷമതയിലും സുസ്ഥിര വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി കമ്പനി ലോ പ്രൈസ്ഡ് സെഗ്മെന്റിൽ നിന്ന് പുറത്തു കടക്കുകയാണ്. ഈ സ്ട്രാറ്റജിക് നീക്കം പ്രീമിയം വൈനുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ വരുമാനത്തിൽ ഫ്യൂച്ചറിൽ ഡബിൾ ഡിജിറ്റ് നേട്ടമുണ്ടാകും എന്നാണ് കമ്പനി വിലയിരുത്തുന്നത്. ഈ സെഗ്മെന്റുകളിലെ വൈനുകളുടെ വിൽപ്പനയിലെ വർദ്ധിച്ചു വരുന്ന പങ്ക് തന്നെ ഇതിന്റെ വലിയൊരു തെളിവാണ്. ഈ പ്രീമിയം വൈനുകളാണ് ഇപ്പോൾ കമ്പനിയുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗവും സംഭാവന ചെയ്യുന്നത്. ചില പാദങ്ങളിൽ അത് 80% വരെ എത്തുന്നുണ്ട്. കൂടാതെ അർബൻ കൺസ്യൂമർ ഡിമാൻഡിൽ മുന്നേറ്റവും കമ്പനി പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, വൈൻ ടൂറിസം വികസിക്കുന്നത് കമ്പനിയുടെ മാർജിനുകളിൽ പ്രതിഫലിക്കും എന്നതാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ സ്ഥിതി ചെയ്യുന്ന സുല വൈൻയാർഡ്സ് വൈൻ പ്രേമികൾക്കും വെറ്റിക്കൾച്ചർ, ഗാർമെന്റ് ഡൈനിങ്, പ്രകൃതി ഭംഗി എന്നിവയുടെ സവിശേഷമായ മിക്സ് തേടുന്ന യാത്രക്കാർക്കും ഒക്കെ തന്നെ ഒരു സുപ്രധാന സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൻ ഉൽപാദകർ എന്ന നിലയിൽ സുല രാജ്യത്ത് വൈൻ ടൂറിസത്തിന് തുടക്കമിട്ടു. ആ മേഖല വളരുന്നതിനോടൊപ്പം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിലും അത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഡിസ്ട്രിബ്യൂഷൻ സ്കെയിൽ, അതായത് പാൻ ഇന്ത്യൻ പ്രസൻസ് തന്നെയാണ്. 25 സംസ്ഥാനങ്ങളിലും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിതരണവും വിൽപ്പനയും നടത്തി ഇന്ത്യ മുഴുവൻ സാന്നിധ്യം അറിയിച്ച കമ്പനിയാണ് സുല. ഇതിനപ്പുറത്തേക്ക് ടിന്നിലടച്ച പാനീയങ്ങളുടെ ആവശ്യകതയ്ക്ക് കൂടുതൽ പ്രിയമേറുന്ന ഈ കാലത്ത് പരമ്പരാഗത മാനദണ്ഡങ്ങളിൽ നിന്ന് മാറി ടിന്നുകളിൽ വൈൻ പുറത്തിറക്കി വൈനെ കുറിച്ചുള്ള ആളുകളുടെ ചിന്താഗതിയെ തന്നെ സുല റീഡിഫൈൻ ചെയ്യുകയാണ്. സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ചിന്താഗതികളിൽ നിന്നും മാറിക്കൊണ്ട് കൂടുതൽ മേഖലകളിലേക്കും കൂടുതൽ പരിപാടികളിലേക്കും വരെ വൈൻ എത്തുകയാണ്. അത്രമാത്രം പ്രിയമേറുന്ന ഈ പാനീയത്തിന്റെ സാധ്യത സുല വൈൻയാർഡ്സിന്റെ കമ്പനിയുടെ ലാഭക്ഷമതയിലും പ്രതിഫലിച്ചേക്കും. അടുത്തത് എക്സ്പോർട്ട് മാർക്കറ്റ്. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിപണികളിൽ സുലയ്ക്ക് വ്യക്തമായ സാന്നിധ്യമുണ്ട്. അവസാനമായിട്ട് യങ്ങർ ഡെമോഗ്രാഫിക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെൻസി തലമുറയ്ക്കൊപ്പം കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് വൈൻ കൺസംഷൻ വർദ്ധിക്കുന്നത് ഈ കമ്പനിയുടെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ കമ്പനിക്ക് നേട്ടമാകും. ഇനി ഓഹരി വിപണിയിലേക്ക് വന്നാൽ 2022 കമ്പനി പൊതുവിപണിയിലേക്ക് എത്തുന്നത്. അന്ന് ലിസ്റ്റിംഗ് സമയത്തെ പ്രൈസ് 361 രൂപയായിരുന്നു. 699 രൂപ എന്ന ഓൾ ടൈം ഹൈ ആണ് സ്റ്റോക്ക് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും 18.5% ഡിസ്കൗണ്ടിലാണ് ഓഹരി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇത്തരം മേഖലകളിൽ തിരയുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ റീസണബിൾ ആയിട്ടുള്ള വാല്യുവേഷനിലാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് പറയാം. ഏതൊരു കമ്പനിക്കും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുപോലെ ഇവിടെയും അത്തരം ചില ഫാക്ടേഴ്സ് നിലനിൽക്കുന്നുണ്ട്. ആൽക്കഹോൾ ഹെവിലി റെഗുലേറ്റഡ് ആയതിനാൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള റെഗുലേറ്ററി റിസ്ക് തന്നെയാണ് ആദ്യത്തെ ഫാക്ടർ. ഇതിനു പുറമെ മറ്റൊരു പോയിന്റ് നീഷ് മാർക്കറ്റ് എന്നുള്ളതാണ്. ആൽക്കഹോൾ മാർക്കറ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് വൈനിലേക്ക് വരുന്നത് എന്നത് തന്നെയാണ്. അടുത്തത് വെതർ ഇമ്പാക്ട്, അതായത് മുന്തിരി കൃഷിയുമായി ബന്ധപ്പെട്ട പ്രതികൂല കാലാവസ്ഥകൾ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ചില സമയങ്ങളിലൊക്കെ വില്ലനാകാറുണ്ട്. മറ്റൊന്ന്, കമ്പനിയുടെ മേജർ പോർഷൻ വരുമാനവും രാജ്യത്തിനകത്ത് തന്നെയാണ് എന്നുള്ളതാണ്. ആഗോള കയറ്റുമതി ഇപ്പോഴും കുറവാണ് എന്നുള്ളത് ഒരു കൺസേണിംഗ് ഫാക്ടറായിട്ട് നിലകൊള്ളുകയാണ്. കൺസേൺസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രതിജ്ഞാബദ്ധരായ വൈനറികൾക്കുള്ള ആഗോള അംഗീകാരമായ IWCA ഗോൾഡ് അംഗത്വം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വൈൻ നിർമ്മാതാക്കളാണ് സുല. കൂടാതെ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനായ ടാസ്മാക്കിൽ ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വൈൻ ബ്രാൻഡാണ് സുല വൈൻയാർഡ്സ്. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള പ്രവർത്തന മേഖലയിൽ കൃത്യമായ ബ്ലൂ പ്രിന്റ് ഉള്ള ഇന്ത്യൻ വിപണിയിലെ റെയർ ലൈഫ് സ്റ്റൈൽ സ്റ്റോക്കാണ് സുല വൈൻയാർഡ്സ്. എ മാർക്കറ്റ് ലീഡർ, പ്രോഫിറ്റബിൾ ആൻഡ് ആസ്പിറേഷണൽ കമ്പനി. എന്നിരുന്നാലും ഹൈ വാല്യുവേഷൻസ്, ഒരു പക്ഷേ
ഹ്രസ്വകാലത്തേക്ക് നേട്ടങ്ങൾ നൽകിയില്ലെങ്കിലും സുലാ വൈൻയാർഡ്സ് മികച്ച ഒരു വീഞ്ഞു പോലെ തന്നെയാണ്. പഴകുന്തോറും കാലക്രമേണ ഏറ്റവും മികച്ച റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്ക്. ഭാവിയിൽ ഒരു പോസിബിൾ അപ്മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് സുലാ വൈൻയാർഡ്സ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസ് സ്വീകരിക്കുക. ഇതൊരു സ്റ്റോക്ക് അഡ്വൈസ് അല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള സ്റ്റോക്സുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ.